Oh, fuck me. വാണം വിട്ടോണ്ടിരിക്കുകയാണ്. ഓ അവിടെയാണോ അഡ്രസ് ഇരിക്കുന്നത്? നിങ്ങളിവിടെ സംസാരിച്ചുകൊണ്ട് വാണം വിട്ടോണ്ടിരിക്കുകയാണ്. ഓ പൊള്ളി, ഞാൻ ഇംപ്രസ്ഡ് ആയിപ്പോയി. കണ്ടിന്യൂ പിൻകോഡ് കൂടെ പറഞ്ഞിട്ട് വിട്ടോ. നമസ്കാരം. നടിയും അവതാരികയുമായ ആര്യ ബാബുവാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചാ വിഷയം. കഴിഞ്ഞ ദിവസം താരത്തിന്റെ ഫോണിലേക്ക് വിളിച്ചയാൾ നടത്തിയ അശ്ലീല സംഭാഷണത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം ആര്യ പങ്കുവച്ചത്. ഇതിനു പിന്നാലെയാണ് ആര്യ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുന്നത്. എന്നാൽ ഇപ്പോഴിതാ എന്താണ് യഥാർത്ഥത്തിൽ നടന്നത് എന്ന് വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് ആര്യ. തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് ആര്യയുടെ പ്രതികരണം. വൈകുന്നേരം 7 മണിയോടെയാണ് തന്റെ കമ്പനി നമ്പറിലേക്ക് ഒരു കോൾ വന്നതെന്നും ആദ്യമൊക്കെ വളരെ മാന്യമായിട്ടായിരുന്നു അയാളുടെ സംസാരമെന്നും താരം പറഞ്ഞു. ഇംഗ്ലീഷിലായിരുന്നു അയാൾ സംസാരിച്ചു തുടങ്ങിയത്. താനുമായി ഒരു പ്രൊജക്ടിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വിളിച്ചത് എന്നും ആര്യ പറഞ്ഞു. എന്നാൽ ഇത് കഴിഞ്ഞ് ഇയാൾ ആര്യയുടെ പേഴ്സണൽ നമ്പർ ചോദിച്ചുവെങ്കിലും നൽകാൻ സാധിക്കില്ല എന്ന് അറിയിക്കുകയായിരുന്നു. ഇതിനു പിന്നാലെ താൻ ആര്യയുടെ വലിയൊരു ഫാൻ ആണെന്നും അയാൾ പറഞ്ഞു. ആര്യയുടെ ശരീരഭാഗങ്ങളെ പറ്റി വർണ്ണിച്ചുകൊണ്ട് അയാൾ സംസാരിച്ചു. ഒരു ബലൂൺ പൊട്ടിയ അവസ്ഥയായിരുന്നു അപ്പോൾ തനിക്ക് തോന്നിയത് എന്ന് ആര്യ പറയുന്നു. അത്രയും മാന്യമായി സംസാരിച്ചിരുന്ന ഒരു മനുഷ്യന്റെ വായിൽ നിന്നും ഇത്രയും മോശമായ വാക്കുകൾ വീണപ്പോൾ ചിരി വന്നു എന്ന് ആര്യ പറയുന്നു. വിളിച്ചയാൾ ഒരു 30 വയസ്സുള്ള ആളാണെന്നും താരം പറയുന്നുണ്ട്. തുടർന്ന് അയാൾ ആര്യയെ കിട്ടുമോ, ആര്യയെ വേണം എന്നൊക്കെ പറയാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ തനിക്ക് റെക്കോർഡ് ചെയ്യണമെന്ന് തോന്നിയെന്നും തുടർന്നാണ് വീഡിയോ റെക്കോർഡ് ചെയ്തത് എന്നും ആര്യ പറയുന്നു. പിന്നാലെ വീഡിയോ പങ്കുവെക്കുകയും ചെയ്തു. കേസ് കൊടുക്കണമെന്ന താല്പര്യം തനിക്കില്ല എന്നാണ് ആര്യ ആദ്യം പറഞ്ഞത്. അങ്ങനെ ചെയ്തതുകൊണ്ട് എന്തെങ്കിലും നടക്കും എന്ന പ്രതീക്ഷയില്ല എന്ന് ആര്യ പറയുന്നു. അതിനപ്പുറം സംഭവിച്ചിട്ടും കേസ് കൊടുത്തിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ആര്യയുടെ വാദം. എന്നാൽ പിന്നീട് ആര്യ നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയായിരുന്നു. എനിക്ക് തോന്നി ഓക്കെ, നൗ ഐ ഷുഡ് സ്റ്റാർട്ട് റെക്കോർഡിംഗ് ദിസ് ഫോൺ കോൾ. അപ്പൊ ജസ്റ്റ് നോർമൽ ഫോൺ റെക്കോർഡിംഗ് ആയിട്ട് ചെയ്യാതെ ഞാൻ വീഡിയോ റെക്കോർഡിംഗ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാക്കി വീഡിയോ റെക്കോർഡിംഗ്, ഞാൻ ചെയ്ത റെക്കോർഡിംഗ് ഇതിന്റെ തൊട്ട് പിന്നാലെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കഥ സംസാരിക്കാം. ഓക്കെ, തീർച്ചയായിട്ടും. അയ്യോ എന്നാ വരാനുണ്ടായത് ബുദ്ധിമുട്ട്? അല്ല, ഇപ്പൊ ട്രിവാൻഡ്രത്തല്ല, ഇപ്പം നമ്മള് കാസർഗോഡിനടുത്താണ്. ഓ ബുദ്ധിമുട്ടാവോ? ട്രിവാൻഡ്രത്ത് വരുമ്പോഴാണല്ലേ? വരുമ്പോ നോക്കാം. നമുക്ക് അഡ്രസ് പറയാവോ? അല്ല, അഡ്രസ് പറയുകയാണെങ്കിൽ എല്ലാം സെറ്റ് ചെയ്ത് തരാം. അല്ല, അഡ്രസ് തരുവാണെങ്കിലേ ഒക്കെ സെറ്റ് ചെയ്ത് തരാം. അഡ്രസ് പറയൂ. യാ പറഞ്ഞോളൂ. ഓ അവിടെയാണോ അഡ്രസ് ഇരിക്കുന്നത്? അല്ല, അഡ്രസ് ആയിരുന്നു വേണ്ടത്. അതിപ്പോ കിട്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യാനാ? ചേട്ടന്റെ വാണം വിട്ടിട്ട് എനിക്ക് എന്ത് ചെയ്യാനാ ചേട്ടാ? ചേട്ടന്റെ അഡ്രസ് ഇതാ, ഞാൻ അവിടെ വന്ന് ബോംബിടാം. ആ ഇല്ല, അഡ്രസ് താ. ഇത്രയും വാണം വിടാൻ അറിയാലോ, അഡ്രസ് തരാൻ അറിയില്ലേ? 0074894. അങ്ങ് പറ, ഞാൻ എഴുതി എടുത്തോളാം. പറ. 23 by B. ആ Lucky apartment. എന്ത് അപ്പാർട്ട്മെന്റ്? Lucky, LIZY. ഓക്കെ. നിങ്ങളിവിടെ സംസാരിച്ചുകൊണ്ട് വാണം വിട്ടോണ്ടിരിക്കുകയാണ്. ഓ പൊള്ളി, ഞാൻ ഇംപ്രസ്ഡ് ആയിപ്പോയി. കണ്ടിന്യൂ പിൻകോഡ് കൂടെ പറഞ്ഞിട്ട് വിട്ടോ. അയ്യോ, ഞാൻ ചോദിക്കാൻ മറന്നേ, വാണത്തിന്റെ പേരെന്തായിരുന്നു?
White pumpkin. എന്തായിരുന്നു പേര്? White sauce. Called white sauce. വൈറ്റ് വാട്ട്? Aria. White sauce. Aria. Ask him to call me daddy. കഴിഞ്ഞോ? വെച്ചോട്ടെ? ഇല്ല. നിക്ക്. ഇല്ല. അപ്പൊ എനിക്ക് ചെറിയൊരു പണിയുണ്ട്. ഞാൻ വേറൊരാൾക്ക് കൊടുക്കട്ടെ? ഇതിനെക്കാട്ടി സസ്കിയാണ്. വരാത്തൊക്കെ വരുത്തും. ചേട്ടാ ഞാനും പെണ്ണ തൊണ്ടടന്നിരിക്കട്ടാ. തൊണ്ടടന്നിരിക്ക. ഹലോ